നമസ്കാരം സുഹൃത്തുക്കളെ, 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ 30 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. 5 ഡേ കഴിഞ്ഞു. ഇനി നമുക്ക് 25 ഡേ ബാക്കിയുണ്ട്. ആ 25 ഡേയിൽ നമ്മൾ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും പുതിയ SSCRTയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു വരണം. 25 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു. ഇപ്പോൾ ടെലിഗ്രാമിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. അത് എടുക്കാൻ ഇനിയിപ്പോൾ 2 ദിവസം ഒരാഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ, ഞാൻ സൈറ്റിൽ നിന്നൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഞാൻ ചെയ്യാം കേട്ടോ. കറണ്ട് അഫെയർ ഇന്നേക്ക് എത്ര ഡേറ്റ്? 16 അല്ലേ? 18 അല്ലേ? 18 അല്ലേ? അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? 19, 20, 10, 12, 12, 17 അല്ലേ? എത്രയുണ്ട്? 12, 17, 27, 28, 10, 29 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. 29 ദിവസം, ഞായറാഴ്ചയൊന്നും ഇനി ഒഴിവുണ്ടാവില്ല കേട്ടോ. ഡെയിലി കറണ്ട് അഫെയർ കൂടെ ഉണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫെയറും മാക്സിമം മുന്നിലേക്ക് എത്തിക്കാം. ഡെയിലി ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. കാരണം നമുക്ക് ടെലിഗ്രാമിൽ ലിങ്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ചാനൽ കയറിയിട്ട് നോക്കുക. പിന്നെ ക്ലാസ് ഏതാ വന്നിരിക്കണം എന്നൊക്കെ നോക്കണം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടന്നാലോ? നോക്കാം. ഓക്കെ, 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നോക്കാം. പഠിച്ചോളനെ, ഒപ്പം കൂടണം കേട്ടോ. ഒപ്പം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫെയറും മാക്സിമം തരാനേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അപ്പൊ എത്രയാണ് ആദ്യം നോക്കേണ്ടത്? 55ാമതാണ്. മികച്ച നടൻ ആരാടാ? മമ്മൂട്ടിയാണ് കേട്ടോ. മികച്ച നടൻ മമ്മൂട്ടിയാണ്. മികച്ച നടി ആരാണ്? ഷംല ഹംസയാണ്. മമ്മൂട്ടിക്ക് ബ്രഹ്മയുഗം സിനിമയ്ക്കും ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമ കേട്ടോ. ഫെമിനിച്ചി എന്താണ്? ഫെമിനിച്ചി ഫാത്തിമ കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ ഇവർ രണ്ടാളൊന്ന് മാറ്റിയ മമ്മൂട്ടിയും ഷംല ഹംസയും. മികച്ച നടൻ മമ്മൂട്ടി, സിനിമ ബ്രഹ്മയുഗ. മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. സെറ്റാണോ? സെറ്റാണോ? ഓക്കെ. ഇനി മികച്ച സിനിമ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു ആണ് കേട്ടോ. അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണേ. മികച്ച സിനിമ ഏതാന്ന് ചോദിച്ചാൽ മഞ്ഞുമൽ ബോയ്സ്. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു. അവിടെ നോക്കിയാലോ. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാളാണ്. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ആരാണ്? ചിദംബരം എസ് പൊതുവാളാണ്. മികച്ച ഗാനരചന വേടനാണ് കേട്ടോ. മികച്ച ഗാനരചന ആർക്കാണ്? വേടനാണ്. ഏത് സിനിമയാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് ആണ്. ഇനി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ആണ്. മഞ്ഞുമൽ ബോയ്സ് ആണ്. അതേപോലെ സൗബിൻ ഷാഹിറിനോടൊപ്പം സിദ്ധാർത്ഥ് ഭരതനും ഉണ്ട്. നമ്മുടെ KPSC ലളിതന്റെ മോനുണ്ടല്ലോ ബ്രഹ്മയുഗം സിനിമയില്. ഓക്കെ, അവർക്ക് രണ്ടാൾക്കുമാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് കിട്ടിയത്. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസഫ് ആണ്. നടന്ന സംഭവം സിനിമ കേട്ടോ. ലിജോമോൾ ജോസഫ്. മികച്ച ഗായകൻ KS ഹരിശങ്കർ ആണ്. ARM ഫിലിം. മികച്ച ഗായിക സേഭ ടോമി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ 55ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. പഠിച്ചോ? ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്താലോ? സെറ്റാണോ? സെറ്റാണോടാ. ഓക്കെ, മികച്ച നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. മികച്ച നടി ആരാണ്? മികച്ച നടി ഷംല ഹംസ. ഷംല ഹംസ. 2 സിനിമ ഓർത്തോ. ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമയും മികച്ച നടനായിട്ട് മമ്മൂട്ടിക്ക് കിട്ടിയത് ബ്രഹ്മയുഗം സിനിമയ്ക്കുമാണ്. അവര് രണ്ടാളും മാറ്റി. മികച്ച നടനും മാറ്റി, മികച്ച നടിയും മാറ്റി. ഇനി മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു. മഞ്ഞുമൽ ബോയ്സ് മികച്ച സിനിമ, ജനപ്രിയ ചിത്രം പ്രേമലു. അത് രണ്ടും അവിടെ സെറ്റാക്കി. ഇനി ഇവിടെ വാ. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ആരാണ്? ചിദംബരം എസ് പൊതുവാളാണ്. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ആരാണ്? ചിദംബരം എസ് പൊതുവാൾ. ഇനി മികച്ച ഗാനരചന. മികച്ച ഗാനരചനയ്ക്ക് വേടനാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഫിലിമിന്. മികച്ച സ്വഭാവ നടൻ 2 പേർക്കാണ്. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിറിനും സിദ്ധാർത്ഥ് ഭരതനും. സിദ്ധാർത്ഥ് ഭരതന് ബ്രഹ്മയുഗം സിനിമയ്ക്കും മഞ്ഞുമൽ ബോയ്സിന് സൗബിൻ ഷാഹിറിനും. മികച്ച സ്വഭാവ നടി ആരാന്ന് ചോദിച്ചാൽ ലിജോമോൾ ജോസഫ് ആണ്. ലിജോമോൾ ജോസഫ്. ഓക്കെ. മികച്ച ഗായകൻ KS ഹരിശങ്കർ ആണ്. ARM ഫിലിമിന് കേട്ടോ. KS ഹരിശങ്കർ. മികച്ച ഗായകനും ഗായികയും നോക്കണേ. ഗായകൻ ഹരിശങ്കറും ഗായിക സേഭ ടോമി. ഇനി 77ാമത് റിപ്പബ്ലിക് ദിനം കേട്ടോ.
77ാമത്. നമ്മൾ 55ാമതല്ലേ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പഠിച്ചത്. ഇത് 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. വേദി എവിടെയാണ്? ഡൽഹിയിലെ കർത്തവ്യപഥാണ്. ഡൽഹിയിലെ കർത്തവ്യപഥ്. എന്തായിരുന്നു തീം? വന്ദേ മാതരം 150 വർഷങ്ങൾ. 1865 ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ത് ചെയ്യുന്നത്? വന്ദേ മാതരം രചിക്കുന്നത്. ഏതാണ് നോവല്? ആനന്ദമഠം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടല്ലേ വന്ദേ മാതരം വരുന്നത്. വന്ദേ മാതരത്തിന് 150 വർഷം തികഞ്ഞു. ആ കണക്കിലെടുത്തിട്ടാണ് ഇപ്രാവശ്യത്തെ തീം എന്ത് ചെയ്തത്? വന്ദേ മാതരം 150 വർഷങ്ങൾ എന്ന തീം ഉൾപ്പെടുത്താൻ കാരണം കേട്ടോ. അതിനും അതേപോലെ ചടങ്ങിനുണ്ടല്ലോ, ആ റിപ്പബ്ലിക് ദിന ചടങ്ങിന് സംഗീതം നൽകിയ വ്യക്തി കീരവാണിയാണ്. അതില് മുഖ്യ അതിഥികൾ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ പഠിച്ചു വെക്കണേ. അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർലനുമാണ്. അന്റോണിയോ കോസ്റ്റ ആരാണ്? അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് കേട്ടോ. ആരാണ് അന്റോണിയോ കോസ്റ്റ? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ആര്? അന്റോണിയോ കോസ്റ്റ. ഉർസുല വോൺ ഡെർലൈൻ ആരാണ്? ഉർസുല വോൺ ഡെർലൈൻ ആരാണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. ആരാണ്? അവിടെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് അന്റോണിയോ കോസ്റ്റ. യൂറോപ്യൻ കമ്മീഷന്റെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് ആര്? ഉർസുല വോൺ ഡെർലൈൻ. പഠിച്ചല്ലോ. ഇനി സ്വതന്ത്ര കാ മന്ത്ര എന്താണ്? വന്ദേ മാതരമാണ്. സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് ആണ്. സ്വതന്ത്ര കാ മന്ത്ര എന്താണ്? വന്ദേ മാതരമാണ്. സമൃദ്ധി കാ മന്ത്ര എന്താണ്? ആത്മനിർഭർ ഭാരത്. മികച്ച ടാബ്ലോ വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കണം. റിപ്പബ്ലിക് ദിന ചടങ്ങില് മികച്ച ടാബ്ലോ തെരഞ്ഞെടുത്തത് ഫസ്റ്റ് കിട്ടിയത് മഹാരാഷ്ട്രയ്ക്കാണ് കേട്ടോ. ഫസ്റ്റ് ഇപ്രാവശ്യം മികച്ച ടാബ്ലോയ്ക്ക് ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളത് ഏരിയയാണ്. മഹാരാഷ്ട്രയ്ക്കാണ് കിട്ടിയത്. ഗണേശോത്സവമായിരുന്നു ടാബ്ലോയിൽ കേട്ടോ. 2ാം സ്ഥാനത്ത് കിട്ടിയത് ജമ്മു ആൻഡ് കാശ്മീരിനാണ്. അവരുടെ കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും ഒക്കെയായിരുന്നു ടാബ്ലോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിന് 3ാം സ്ഥാനമാണ്. കേരളത്തിന്റെ ടാബ്ലോ എന്തൊക്കെയായിരുന്നു? വാട്ടർ മെട്രോ, അതുപോലെ 100% സാക്ഷരത, ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരത്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേദി ഡൽഹിയിലെ കർത്തവ്യപഥാണ്. തീം വന്ദേ മാതരം 150 വർഷങ്ങളാണ്. 1865 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിൽ നിന്നും വന്ദേ മാതരം രചിക്കാനിടയുണ്ടാകുന്നത്. അതിന്റെ 150 വർഷം തികഞ്ഞത് കൊണ്ടാണ് ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേയിൽ തീം ഉൾപ്പെടുത്തിയത്. അതേപോലെ ആ ചടങ്ങിന് സംഗീതം നൽകിയത് കീരവാണിയാണ്. ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ മുഖ്യ അതിഥികൾ അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർലൈനുമാണ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെർലൈൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാണ്. സ്വതന്ത്ര കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്. മികച്ച ടാബ്ലോ അവാർഡ് കിട്ടിയത് മഹാരാഷ്ട്രയ്ക്കാണ്. 1ാം സ്ഥാനം. ഗണേശോത്സവമായിരുന്നു ടാബ്ലോയിൽ. 2ാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ, കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും. മികച്ച ടാബ്ലോയിൽ 3ാം സ്ഥാനം നേടിയത് നമ്മുടെ കേരളമാണ്. വാട്ടർ മെട്രോ, 100% സാക്ഷരത, ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026. വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടായിരുന്നു കളി നടന്നത്. 20 ടീമാണ് മത്സരിക്കുന്നത്. 55 മത്സരങ്ങളാണ് നടക്കുന്നത്. വിജയിച്ചത് ഇന്ത്യയാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇന്ത്യയാണ് വിജയിച്ചത്. റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ്. ഫൈനൽ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മയാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് സഞ്ജു സാംസൺ. പ്ലെയർ ഓഫ് ദി സീരീസ് സഞ്ജു സാംസൺ. മാൻ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വേദി ഇന്ത്യയും ശ്രീലങ്കയിലുമാണ്. വിജയിച്ചത് ഇന്ത്യയാണ്. റണ്ണറപ്പ് നേടിയത് ന്യൂസിലൻഡ് ആണ്. ഫൈനൽ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു. ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മയാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് സഞ്ജു സാംസണും മാൻ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറയും നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. അടുത്തത് നോക്ക്.
അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശുഭാംശു ശുക്ലയ്ക്കാണ്. എന്തുകൊണ്ടാണ് ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര പുരസ്കാരം ലഭിക്കാൻ കാരണം? അദ്ദേഹം നമ്മുടെ 1984 രാകേഷ് ശർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല എന്ത് ചെയ്തു? അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായി കേട്ടോ. മനസ്സിലായോ? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനാണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് കേട്ടോ. ശുഭാംശു ശുക്ല ഇന്ത്യൻ പൗരനാണ്. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിനിയാണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകര ധീരത അവാർഡാണ് അശോക ചക്ര പുരസ്കാരം ശുഭാംശു ശുക്ലയ്ക്ക് കിട്ടിയത്. അടുത്തത് കീർത്തി ചക്ര പുരസ്കാരം. കീർത്തി ചക്ര 3 പേർക്ക് ലഭിച്ചു. പ്രശാന്ത് ബാലകൃഷ്ണനും അർഷദീപ് സിംഗിനും ദോലേശ്വർ സുബ്ബയ്ക്കുമാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ ആരാണ്? നമുക്കറിയാം, ഗഗൻയാൻ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ അല്ലേ? ഗഗൻയാൻ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആണ് ആര്? പാലക്കാടില് നെന്മാറ സ്വദേശിനി നമ്മുടെ ലെന സിനിമാ നടിയുടെ ഭർത്താവ് അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? പ്രശാന്ത് ബാലകൃഷ്ണനാണ്. പിന്നെ അർഷദീപ് സിംഗ്. അർഷദീപ് സിംഗ് മനസ്സിലായോ? അസം റൈഫിൾസിലെ മേജർ ആണ് കേട്ടോ. അസം റൈഫിൾസ് മേജർ ആണ് ആര് വരുന്നത്? അർഷദീപ് സിംഗ് എന്ന് പറയുന്നത്. ദോലേശ്വർ സുബ്ബ ആരാണ്? ദോലേശ്വർ സുബ്ബ അതായത് പാര നായിബ് സുബേദാർ ആണ് കേട്ടോ. ആരാണ്? അതായത് SF-ലെ നായിബ് സുബേദാറാണ് ആര്? ദോലേശ്വർ സുബ്ബ എന്ന് പറയുന്നത്. 3 പേർക്കാണ് കീർത്തി ചക്ര പുരസ്കാരം ലഭിക്കുന്നത്. പ്രശാന്ത് ബാലകൃഷ്ണൻ, അർഷദീപ് സിംഗ്, ദോലേശ്വർ സുബ്ബ. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടെസ്സി തോമസിനാണ് കേട്ടോ. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ചോദിക്കാറുണ്ട് കേട്ടോ. ടെസ്സി തോമസിനാണ്. ഇനി ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇത് പ്രഥമ ആയതുകൊണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ KIFF അതായത് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് കേട്ടോ. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ KIFF 2026 വേദി എവിടെയാണ്? തൈക്കാടാണ് കേട്ടോ. എവിടെയാണ്? തൈക്കാടാണ്. അതായത് നമ്മുടെ ഫോക്ലോർ അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? തൈക്കാട്. ഈ ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിൽ ഉണ്ടല്ലോ ഈജിപ്റ്റ്, അതുപോലെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ഘാന, ചൈന, സ്പെയിൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള കലാകാരന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്നും നന്നായിട്ട് നോട്ട് ചെയ്യണേ. വെരി ഇമ്പോർട്ടന്റ് ആണ്. 2026 ISROയുടെ ആദ്യത്തെ വിക്ഷേപണം. 2026 ISROയുടെ ആദ്യത്തെ വിക്ഷേപണമാണ് PSLV-C 62. PSLV-C 62 ഓർക്കാൻ എളുപ്പമാണ്. 2026 തിരിച്ചിട 62 അത് തന്നെയല്ലേ നമ്മൾ പഠിച്ചത്? 2026 ISROയുടെ ആദ്യത്തെ വിക്ഷേപണം PSLV-C 62. 2026 ജനുവരി മാസം 12-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. ഇനി ആധാറിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉദയാണ്. ആധാറിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉദയാണ്. ആരാണത് രൂപകൽപ്പന ചെയ്തത്? അരുൺ ഗോകുലാണ് കേട്ടോ. ആധാറിന്റെ ഭാഗ്യചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുലാണ്. റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയത് മധ്യപ്രദേശിലാണ്. എന്താണ്? റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് റെഡ് ടോപ്പ് ട്ടോ. അത് ശ്രദ്ധിക്കണേ ഒന്ന്. ഇനി അടുത്തത് നോക്കിക്കേ. അരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. അരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളവാണ് കേട്ടോ. ഇനി ഇതെവിടെ ഒന്ന് കണക്ട് ചെയ്യണേ. നമ്മുടെ ഈ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് അത് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട്
വന്യജീവികളുടെ സംരക്ഷണാർത്ഥം നടപ്പിലാക്കിയതാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്യജീവികളുടെ സംരക്ഷണാർത്ഥം റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അത് ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ NH-45 ആണ്. അതായത് ഭോപ്പാലിനെയും ജബൽപൂരിനെയും ട്ടോ. ഭോപ്പാൽ ആൻഡ് ജബൽപൂർ. ഇത് ഈ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. അതുകൊണ്ട് ഏതാണ് വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവിലാണ് കേട്ടോ. വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവിലാണ് ഇതെന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. മധ്യപ്രദേശിലാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, അരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇനി ലോകത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? ആറളമാണ്. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ്. ഒരു മിനിറ്റ്. ഓക്കേടാ. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് ആറളം വന്യജീവി സങ്കേതത്തെ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു? ആറളം ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് വരില്ല, ചിത്രശലഭം എന്ന് വരും കേട്ടോ. അപ്പോൾ അന്ന് മിസ്സല്ലല്ലോ പറഞ്ഞു തന്നിട്ടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ചിത്രശലഭ സങ്കേതം കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളമാണ്. കാരണം കേരള ഗവൺമെന്റ് ആറളം വന്യജീവി സങ്കേതത്തെ പുനർനാമകരണം ചെയ്തത് ആറളം ചിത്രശലഭം കേട്ടോ. ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് ആറളം വന്നത്. അപ്പൊ കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? TC തോമസിനാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഈ കറണ്ട് അഫെയർ സെറ്റ് ആയിരിക്കണം. തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യുക. വലിച്ചു വാരി കറണ്ട് അഫെയർ തരില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും PSC ചോദിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് അറിയും. ആ ഭാഗങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ ഇനി 10-28 ദിവസമില്ലേ, ധൈര്യമായിട്ട് ഇരിക്കേ. ഓക്കെ, കൂളായിട്ട് ഇരുന്നോ. കറണ്ട് അഫെയറിന്റെ ഭാഗങ്ങൾ എത്തും. പരമാവധി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ പറയാൻ ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താഴെയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. 30 ഡേയ്സ് ചാലഞ്ചിന്റെ ഒപ്പം വരണം. കാരണം ഞാൻ പറഞ്ഞു അത്. കാരണം ഫസ്റ്റ് ഡേ ഇട്ടപ്പോൾ ക്ലാസ് എല്ലാവരും അയ്യോ അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഞാൻ അങ്ങനെ പഠിക്കാം ഇങ്ങനെ പഠിക്കാം. രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അത്ര ഇല്ല, മൂന്നാമത്തെ വീഡിയോ പാട്ടില്ല. കണ്ടോ, ഇവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അവിടുന്ന്. കാരണം ഇത് എവിടെ എത്തില്ല. അങ്ങനെ ചാഞ്ചാടുന്നവര് ഈ പ്രിലിംസ് കയറില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്ഥിരത എവിടെയുണ്ടോ അവിടെയേ വിജയം ഉണ്ടാകുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.